ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഒരു ഇടിച്ചക്കയുടെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ കട്ട്ലേറ്റ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇടിച്ചക്ക കയ്യിൽ കിട്ടുക എന്തായാലും ഉണ്ടാക്കി നോക്കണം. കാരണം നമുക്ക് ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ചിക്കൻ കട്ട്ലേറ്റ് ആണെന്ന് തോന്നും, അത്രയും ടേസ്റ്റി ആയിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് കണ്ട് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാനൊരു ഇടത്തരം ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല, ഒരു പകുതി ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ തോലൊക്കെ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് തോല് മുറിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിച്ച് കഴിയും. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അതായത് ഒരു വിസിൽ മതി. നിങ്ങൾ ചക്കയുടെ വേവിനനുസരിച്ചിട്ട് വിസിൽ അത് വരണം. ഒരു വിസിൽ വന്നാൽ നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചക്ക ഇത്ര വെന്താൽ മതി. ചക്ക എന്നിട്ട് അതൊന്ന് നമ്മൾ മിക്സിയിലിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ പേസ്റ്റ് രൂപത്തിലാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഇരിക്കണം കേട്ടോ ചക്ക. ഇതുപോലെ ഞാൻ ആ ചക്ക എല്ലാം ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു മീഡിയം സൈസിൽ ഒരു സവാള ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഇട്ടില്ല, ഒരു 7-8 കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു സവാള ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ അനുസരിച്ചിട്ട് അത്രയും നിങ്ങൾക്ക് സവാള ഇടാട്ടോ. പിന്നെ ഞാൻ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 പച്ചമുളക് ഇടാട്ടോ, എരിവിനനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ചക്ക മിക്സിയിൽ അടിച്ച ആ ചക്കയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്, അത് മറക്കരുത്, എന്നാലേ ചക്കയിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പം ഞാനത് നന്നായി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ചക്കയിലേക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ഇടാണ്ട് ഒരു 1/2 സ്പൂണിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു 3/4 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മതി. ആദ്യം നമ്മൾ ചക്കയിൽ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ അതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല. ഉപ്പ് പൊടി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കണം. ഞാനത് ചെറിയൊരു ഇലയായതുകൊണ്ട് അരിഞ്ഞ് ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ആ കട്ട് ചെയ്ത് നന്നായി ഉടച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വറ്റിച്ച് വരണം. അതായത് പൊട്ടറ്റോയിലുള്ള വെള്ളവും ചക്കയിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരുന്ന വരെ നമ്മൾ ഈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം. ഇതിൻ്റെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് നന്നായി കയ്യിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഉരുട്ടാനുള്ള പാകത്തിന് എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് എടുത്തത്. പിന്നെ ഒരു കോഴിമുട്ട അടിച്ച് ചേർത്തിട്ട്, നിങ്ങൾക്ക് കോഴിമുട്ട വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോഴിമുട്ടയ്ക്ക് പകരം മൈദമാവ് ഉപയോഗിക്കാം. മൈദപ്പൊടി കുറച്ച് കലക്കിയിട്ട് അത് മതി, ഒരു കോട്ടിങ്ങിന് മാത്രം മതി. അപ്പോൾ ഇവിടെ ഞാൻ കോഴിമുട്ടയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായി കോഴിമുട്ട ലേശം ഉപ്പിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഞാൻ കുറേശ്ശെ ഉരുളയാക്കി കയ്യിലെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിച്ചപ്പോൾ ഇതുപോലത്തെ ഷേപ്പിലാക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് പോലത്തെ ഷേപ്പാണ്. ചെറിയൊരു അടപ്പ് വെച്ചിട്ട് എൻ്റെ അടുത്തൊരു കുഞ്ഞ് അടപ്പുള്ള ഒരു പാത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഷേപ്പിൽ, വട്ടത്തിൽ തന്നെ മതി കേട്ടോ, അതുപോലെ തന്നെ ആയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മെല്ലെ കട്ട് ചെയ്ത് മൂർച്ചയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് അതായി കിട്ടും. പിന്നെ ആ അരിക്കൊക്കെ ചക്കയായത് കാരണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. പിന്നെ ആ സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് വെച്ച് ലെവലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ചക്ക ആയതുകൊണ്ട് ശരിക്കും ഇത് കഴിക്കുമ്പോൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ വരിക. നമുക്ക് ആർക്കും മനസ്സിലാവില്ല അത് ചിക്കൻ അല്ലാന്ന്, അത്രയും ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കൊന്ന് ഈ കോഴിമുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൻ്റെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് മെല്ലെ ബ്രെഡ് ക്രംസ് ഈ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് 2 ഭാഗത്തും ഇതുപോലെ വെച്ച് നമുക്കിതൊന്ന് എടുത്ത് വയ്ക്കാം. ഇതുപോലെ എല്ലാം ഒന്ന്
ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി അത് ചൂടായിട്ട് ഒന്ന് സിമ്മിലാക്കി വയ്ക്കുക. സിമ്മിലാക്കിയിട്ട് വേണം ഇതിടാൻ. കാരണം പുറഭാഗം നന്നായി കറുത്ത് പോകും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉൾഭാഗം പിന്നെ കുഴപ്പമില്ല, കാരണം ചക്കയും എല്ലാം നമ്മൾ വേവിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നല്ല കളർ വെച്ചാൽ നിങ്ങൾക്ക് മറ്റേ സൈഡ് ഒന്ന് മറച്ച് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം ചായക്ക് വെക്കാൻ ഒരു സാധനമില്ലെങ്കിൽ നമുക്കൊരു പൊട്ടറ്റോ മാത്രം മതി ഇതിലേക്ക്. അപ്പോൾ അത്രയും വളരെ പെട്ടെന്ന് ഈ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ചക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അത് ചക്കയാണെന്നൊന്നും മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളിത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.